മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും അനുഗ്രഹിക്കുകയും അവിടുത്തെ സംരക്ഷണവും സഹായവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിൻ്റെ 33 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഈശോനാഥൻ കുരിശിൽ കിടക്കുമ്പോൾ ആ കുരിശിൻ്റെ 2 വശത്തും 2 കള്ളന്മാരെ തറച്ചിട്ടുണ്ട്. അതിൽ ഒരു കള്ളൻ ഈശോയോട് പറയുകയാണ്, നീ ദൈവപുത്രനല്ലേ ഞങ്ങളെ രക്ഷിക്കാനായിട്ട്. എന്നാൽ മറ്റേ കള്ളൻ പറയുകയാണ്, നീ പാപം ചെയ്തതുകൊണ്ട് ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നു, എന്നാൽ അവൻ ഒരു തിന്മയും ചെയ്തിട്ടില്ല, പക്ഷേ അവൻ ഈ ദുരിതം അനുഭവിക്കുന്നു. എന്നിട്ട് ഈശോയോട് പറയുകയാണ്, അങ്ങ് സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം നിസ്സഹായനായി കുരിശിൽ കിടക്കുകയാണ്. നിസ്സഹായനായി ഈശോനാഥൻ കുരിശിൽ കിടക്കുമ്പോഴാണ് നല്ല കള്ളൻ ഈശോയോട് പറയുന്നത്, നീ സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന്. ആ നിസ്സഹായ അവസ്ഥയിൽ പോലും ഈശോയിൽ വിശ്വസിക്കുന്ന നല്ല കള്ളൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം താഴെ കിടക്കുമ്പോഴും ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട അനുഗ്രഹം കിട്ടിയെന്ന് വരത്തില്ല. ജീവിതം ഏറ്റവും താഴേക്ക് പോകുന്ന ചില അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാം. പരാജയത്തിൻ്റെ പടുകുഴിയിൽ നമുക്ക് കിടക്കാം. അങ്ങനെ കിടക്കുമ്പോൾ ദൈവം നിസ്സഹായനാണെന്ന് തോന്നുന്ന ചില അവസ്ഥകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും ദൈവത്തിൽ വിശ്വസിക്കാൻ, അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ആഴത്തിലുള്ള വിശ്വാസം, ആ ഒരു വിശ്വാസമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഈ നല്ല കള്ളൻ്റെ വിശ്വാസം, ആ വിശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിശ്വാസം. കാരണം നിസ്സഹായനായി കുരിശിൽ മരിക്കാൻ കിടക്കുന്നവനോട് പറയുകയാണ്, നീ സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന്. ആ വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറിയ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഈ ഒരൊറ്റ വാക്കിൽ ഈ നല്ല കള്ളൻ്റെ ഭൂതകാലം മുഴുവനും ഈശോനാഥൻ വായിച്ചു കളയുക. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് പറയുക. അവൻ കള്ളനായതുകൊണ്ട് അവൻ കുരിശിൽ തറയ്ക്കപ്പെടേണ്ടി വന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ഈ കള്ളൻ ചെയ്ത സർവ തിന്മകളും കർത്താവിലുള്ള ഒറ്റ വിശ്വാസത്താൽ മായ്ക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ അന്ധമായൊരു വിശ്വാസം, അന്ധമായൊരു സ്നേഹം ദൈവത്തോട്, ഈശോയോട് നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ഭൂതകാലം മുഴുവനും മായ്ച്ചു കളയും. നമ്മുടെ ഭൂതകാലത്തിൻ്റെ കുറവുകൾ മുഴുവനും അവിടുന്ന് മാറ്റും. ആ കുറവുകളെ മാറ്റി അവിടുന്ന് തന്നോട് ചേർത്ത് നിർത്തും, നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. സ്നേഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഭൂതകാലം മുഴുവനും മായ്ക്കപ്പെടും. പുതിയൊരു ജീവിതം ദൈവം തരും. കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയോടാണ് നല്ല കള്ളൻ സ്വർഗത്തിൽ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ കുരിശെന്ന് പറയുന്നത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. കുരിശിൽ കിടന്നപ്പോൾ നല്ല കള്ളൻ ഈശോയിൽ ദൈവത്തെ കാണുകയാണ്. കുരിശ് ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിക്കുന്ന മാർഗമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കുരിശനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കാനുള്ള മാർഗമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, വേദനകൾ, സങ്കടങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാം. കുറവുകളും വേദനകളും സങ്കടങ്ങളും എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് ദൈവം അനുവദിക്കുന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ കാര്യങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൂടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങി ചെല്ലണമേ. ഓരോരുത്തരെയും സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു.
അന്ധകാരത്തിൻ്റെ എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.